യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കാര്യമൊക്കെ കൊള്ളാം. എന്നാലും ചന്ദ്രനെ കാണിച്ചത് മഹാ തൊട്ടിത്തരമായി പോയി. അയ്യേ, അതാ നന്ദി നടത്തിയ കയ്യിലെടുക്കാനുള്ള അഭിനയമല്ലേ ഏട്ടാ. ഇനി എന്ത് അഭിനയമാണെന്നുണ്ടെങ്കിലും ഇതൊന്നും സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇടാ, ഒന്നുമില്ലെങ്കിലും അവൻ മാണിക്യമംഗലത്ത് വിശ്വനാഥൻ അനിയൻ ചന്ദ്രദാസ് അല്ലേ? പക്ഷേ ഏട്ടാ, ഏട്ടനല്ലേ പറഞ്ഞത് എന്ത് നായ്ക്കോലം കെട്ടിട്ടായാലും നമ്മുടെ സ്വത്ത് തിരിച്ചെടുക്കണമെന്ന്. അതുകൊണ്ട് ഉടനെ തന്നെ പോയിട്ട് മീൻ കൂടെ ചുമക്കണം വേണ്ടേ? എന്റെ ഏട്ടാ, ഇതെല്ലാം കൂടെ പറയരുത്. ഏട്ടാ, ചന്ദ്രേട്ടന്റെ ബുദ്ധിയിൽ തോന്നിയൊരു ഐഡിയ പുള്ളി പ്രയോഗിച്ചു. എടാ, അവളുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ വേറെ എന്തൊക്കെ വഴികളുണ്ട്? ഇതൊരുമാതിരി അവൻ അത് വല്ലതും നോക്കിയാ പോരായിരുന്നോ? അത് ഈ മീൻ കച്ചവടം തന്നെ വേണമെന്ന് എന്തോ നിർബന്ധം? സെന്റിമെന്റ്സ് കിട്ടുന്ന വേറെ എന്തെല്ലാം പണിയുണ്ടാ? ഏട്ടത്തിന്റെ മനസ്സ് ഏട്ടനല്ലേ അറിയൂ. അവർക്ക് ഇതായിരിക്കും ടേസ്റ്റ്. അവക്കനടാ, മീൻ കച്ചവടക്കാരി ഇഷ്ടമാണെന്ന് നിന്നോട് പറഞ്ഞോ? അല്ല, അങ്ങനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തേലും കണക്കൂട്ടില് ഈ കാര്യത്തിൽ ചന്ദ്രൻ ഉണ്ടാവാതിരിക്കില്ലല്ലോ. എന്ത് കണക്കൂട്ടില് ഉണ്ടാ? ഇടാ, അവൻ പൊട്ടനാടാ. എടാ, ഏതായാലും അവൻ എനിക്കറിയാവുന്ന പോലെ നിനക്കറിയില്ലല്ലോ. വിവരക്കേട് മാത്രമേ അവൻ കാണിക്കൂ. ഓർക്കാപ്പുറത്ത് ചന്ദ്രേട്ടനെ ചന്ത വെച്ച് കണ്ടപ്പോ ഞാൻ ഓർത്തത് വിശ്വട്ടൻ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണെന്ന്. അതല്ലേ അപ്പൊ തന്നെ ഞാൻ വിശ്വട്ടനെ വിളിച്ച് പറഞ്ഞത്. ചന്ദ്രേട്ടന്റെ ആത്മാർത്ഥ ഏട്ടൻ നേരിട്ട് വന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു. ആത്മാർത്ഥ? അവന്റെ ഒരു ആത്മാർത്ഥ നീ എന്നെ കൊണ്ടൊന്ന് പറയല്ലേ? കാര്യം എന്താണെന്നുണ്ടെങ്കിലും ആലപ്പുഴക്കാര് അസൂയക്കാര് എന്തുമായിരിക്കും പറയുന്നത്? വിശ്വനാഥൻ മുതലാളിയുടെ അനുജനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു. അങ്ങനെയല്ലടാ പറയൂ. അങ്ങനെ പറയുന്നു. അവനിപ്പോ കരുവാറ്റ ചന്തയില് മീൻ കച്ചവടം ചെയ്ത് ജീവിക്കാന്ന് അല്ലേ? എന്തിനാടാ വെറുതെ എനിക്ക് പേരുദോഷം ഉണ്ടാക്കുന്നേ? അല്ലെങ്കിൽ തന്നെ അത് ഇപ്പൊ ആവശ്യത്തിലേറെ ഉണ്ട്. നീ ഇതിന്റെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. ഇവനൊക്കെ എന്താടാ ഇങ്ങനെ തലതിരിഞ്ഞു പോയേ? ഇതിപ്പോ ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഏട്ടാ. അല്ല, മാർഗമല്ലല്ലോ പ്രധാനം, ലക്ഷ്യമല്ലേ? അല്ല, ഇത് ഏട്ടൻ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നു. അത് അന്ന്. ഇപ്പൊ ഞാൻ ആ പോളിസിയൊക്കെ മാറ്റി. ലക്ഷ്യം പോലെ തന്നെ എനിക്ക് മാർഗവും പ്രധാനമാണ്. നാണം കെട്ടും പണം നേടുവിൽ നാണക്കേടാ പണം മാറ്റിടും എന്ന് പണ്ട് ഏതോ വിവരം കേട്ടോ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് ലോകത്തിന്ന് വരെ വഴിവിട്ട് കാശുണ്ടാക്കി ഏതെങ്കിലും ഒരുത്തിന് നാണക്കേട് മാറിയിട്ടുണ്ടോ? ഇല്ല. പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞതുപോലെ അരിക്കച്ചവടക്കാരൻ പ്രാഞ്ചി സ്വർണ്ണക്കട തുടങ്ങിയിരുന്നാലും അരിപ്രാഞ്ചിയുടെ സ്വർണ്ണക്കട എന്നല്ലേ നാട്ടുകാർ പറയൂ. അപ്പോ ചന്ദ്രേട്ടൻ ഇങ്ങനെ ചന്തപ്പണി ചെയ്യുന്നത് ഏട്ടന് മാനക്കേടാണെങ്കിലേ ഞാൻ ചന്ദ്രേട്ടനെ പോയി കണ്ട് വിലക്കാം. വരട്ടെ, ഞാൻ പറയാം. തൽക്കാലം ഇത് ഇങ്ങനെ തന്നെ പോട്ടെ. താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ നാളെ അവൻ പറയാൻ പാടില്ല ഞാൻ അവനെ ഏൽപ്പിച്ച കാര്യം നടക്കാതെ പോയത് അവന്റെ ആ പദ്ധതിയെ ഞാൻ എതിർത്തുകൊണ്ടാണെന്ന്. എടാ, ഞാൻ ഈ പറയുന്നതൊക്കെ എനിക്ക് എൻ്റെ കൂടപ്പിറപ്പുള്ള സ്നേഹം കൊണ്ടാ. അല്ലാതെ എല്ലാവരുടെയും തലതൊട്ടപ്പനായിട്ട് ജീവിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. എൻ്റെ കയ്യിൽ അഴുക്ക് പറ്റിയാലും എൻ്റെ അനുജന്മാർ കുളിച്ചൊരുങ്ങി സുന്ദരന്മാരായി അത്ര പൂശി നടക്കുന്നത് കാണാനാ എനിക്കിഷ്ടം. പിന്നെ ദേഷ്യം വരുമ്പോൾ ചിലപ്പം വായി വരുന്നൊക്കെ വിളിച്ചു പറയും. അതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾ എനിക്ക് ഇഷ്ടമല്ലെന്നല്ലടാ, ഒരുപാട് ഇഷ്ടമാണെന്നാ. നീ ഒന്നുമില്ലെങ്കിൽ ഈ വിശ്വനാഥന് വിശ്വമില്ലടാ. നീ എപ്പോഴെങ്കിലും അവനെ ഒതുക്കത്ത് കിട്ടുമ്പോൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. കൊച്ചെ, നിനക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാത്തേ? നിന്നോട് ആരാ പറഞ്ഞ മുറ്റടിക്കാൻ? കമലാക്ഷിയുടെ മരുമകള് ചൂലല്ല പിടിക്കേണ്ടത്, പുസ്തക. ഞാൻ പഠിച്ചു കഴിഞ്ഞമ്മേ. കുറച്ചു കൂടുതൽ പഠിച്ചു എന്ന് വിചാരിച്ച് ദഹനക്കേടൊന്നും വരില്ലല്ലോ. പഠിക്കണം, എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് കാലത്ത് നേരത്തെ പഠിച്ചാലേ അതിന്റെ ഗുണം 10 ഇരട്ടിയാ. പഠിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കും. പഠിക്കുന്ന പിള്ളേര് കാലത്ത് 4 മണിക്ക് ഉണരണം. അത് ബ്രാഹ്മണ മുഹൂർത്ത. ബ്രാഹ്മണ മുഹൂർത്തം അല്ലമ്മേ, ബ്രഹ്മ മുഹൂർത്തം. എന്ത്
കുന്തായാലും കൊള്ളാം. എനിക്ക് അത്ര വിവരമൊക്കെ ഉള്ളേ. പക്ഷേ ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഈ പറഞ്ഞ നേരത്ത് പഠിക്കുന്ന പിള്ളേരെ ചൂലല്ല പുസ്തക കയ്യിലെടുക്കേണ്ടത്. ചൂല് ചേട്ടയാ മോളെ, പുസ്തക സരസ്വതി. ഇതൊക്കെ ചുമ്മാ ഓരോ സങ്കല്പങ്ങളാ അമ്മേ. നമ്മളെ കാണേണ്ടതുപോലെ കണ്ട എല്ലാ സരസ്വതിയാ. ചൂലുകൊണ്ട് ഉപജീവനം നടത്തുന്ന എത്രയോ പേരുണ്ട്. അവരുടെ പണിയായതും അവർക്ക് ദൈവമല്ലേ. അറിയാൻ പാടില്ലാത്ത കാര്യം പറയല്ലേ കൊച്ചേ. പണ്ടൊക്കെ ദുർമന്ത്രവാദികളും പ്രേതങ്ങളും പറഞ്ഞിരുന്നതേ ഈ ചൂലേലാ. എന്തിന് ഈ കോതാറ കോളനിയിലെ പടിഞ്ഞാറെ ചെരുവിൽ പൊയ്കക്കുളത്തിൽ വീണ് ചത്തൊരു നാണിത്തള്ളയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 12 മണിയാവുമ്പോ അവര് വെള്ളത്തിൽ നിന്നും പൊങ്ങി ചൂലയിൽ പറന്ന് ഈ കോളനി മൊത്തം കവാത്ത് നടത്തും. ആരെങ്കിലും അബദ്ധം പറ്റി അവരുടെ മുമ്പിൽ ചെന്ന് പെട്ട ആ സെക്കൻഡിൽ അവര് ചോര ഛർദ്ദിച്ച് ചാവും. അച്ചട്ടാ, ഞാൻ തന്നെ എന്റെ കുഞ്ഞുനാളില് ഈ നാണിത്തള്ള ചൂലുകൊണ്ട് അടിച്ചു കൊന്ന എത്ര ശവങ്ങള് കണ്ടിരിക്കുന്നു. നീ എന്തിനാ മോളെ ചിരിച്ചേ? ഞാൻ പറഞ്ഞത് സത്യമാടി. സംശയം ഉണ്ടെങ്കിൽ നീ സുനീഷിനെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്ക്. ഈ ചൂലുമ്മ പറക്കുന്ന നാണിത്തള്ളയെ അവൻ കണ്ടിട്ടുണ്ടോന്ന്? ഞാനും കണ്ടിട്ടുണ്ട്. സിനിമയിലാണെന്ന് മാത്രം. സാഡ് ഓഫ് ഓസ് എന്ന സിനിമയില്. അതൊന്നും എനിക്കറിയില്ല. ഞാനേ നേരിട്ടാ കണ്ടിട്ടുള്ളത്. എന്റെ അമ്മേ, അമ്മ കണ്ടിട്ടുള്ളത് എങ്ങനെയായാലും കൊള്ളാം. ഇനി മേലിൽ ചൂലിനെ കുറ്റം പറയരുത്. എന്താടി, ചൂല് നിന്റെ വേണ്ടപ്പെട്ടവരും വല്ലവരാണോ? എന്റെ വേണ്ടപ്പെട്ടവരൊന്നുമല്ല, പക്ഷെ പലരുടെയും വേണ്ടപ്പെട്ടവരാ. അമ്മയ്ക്കറിയോ, ചൂലിനെ ദൈവമായിട്ട് ആരാധിക്കുന്ന നാട്ടുകാർ വരെയുണ്ട്. കാനഡയിലെ മെറ്റിസ് ഗോത്രക്കാരുടെ പാരമ്പര്യ നൃത്തത്തിൽ പവിത്ര ദൈവം ചൂല. എന്തിന്? 2ാം ലോക മഹായുദ്ധത്തിൽ പോലും അമേരിക്കക്കാർ ഐശ്വര്യം ഉണ്ടാവാനേ യുദ്ധക്കപ്പലിന്റെ അടിയില് ചൂല് കെട്ടി തൂക്കുമായിരുന്നു. ഓ മതി, നിർത്ത്. ഇത്രയും താങ്ങാനുള്ള കെൽപ്പൊന്നും എനിക്കില്ല മോളെ. പൊന്നു മോളെ, മരുമോളെ, നിന്റെ അമ്മായിമ്മയ്ക്ക് ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാ. നാറ്റിക്കരുത്. ഇനി മേലിൽ ലോകോയരം പറയാൻ ഞാൻ നിന്റെ അടുത്തോട്ടേ വരില്ല. സോറി സുല്ല്. ഇത് വെച്ച് നീ എന്തു വേണം ചെയ്തോ. ഡാൻസോ പാട്ടോ പൂജയോ വഴിപാടോ എന്താന്ന് വെച്ചാ ചെയ്. നിന്റെ ഇഷ്ടം പോലെ ചെയ്. അമ്മ ചോദിക്കാൻ വരുന്നില്ല. പോട്ടെ. കാലത്ത് തന്നെ നീ ഇതെങ്ങോട്ടാടാ? അമ്മേ, ഞാനൊന്ന് സുഗുണനാണെന്ന് കാണിച്ചു തരാം. ഒരു ജോലി ശരിയായി തരുന്ന കാര്യം ഞാൻ അണ്ണനോട് പറഞ്ഞിരുന്നു. അതെന്താന്ന് അന്വേഷിച്ചു തരാമേ. സുഗുണന് തന്നെ പണിയില്ല. നാട്ടുകാരെ പറ്റിച്ചും കള്ളക്കൂടോത്രം നടത്തി അയാൾ ജീവിക്കുന്നത്. പിന്നെ എങ്ങനെ അയാൾ നിനക്ക് ജോലി തരുന്നത്? എന്റെ അമ്മേ, നമ്മൾ വിചാരിക്കുമ്പോഴേ നല്ല അമ്മേ കാര്യങ്ങള്. സുഗുണനാണൊക്കെ ടൗണ് നല്ല പിടിപാടാ. ഈ കൂടോത്രം എന്ന് പറഞ്ഞാലേ അത്ര ചെറിയ ഏർപ്പാടൊന്നും അല്ല. വലിയ വലിയ രാഷ്ട്രീയക്കാരും സിനിമാക്കാരൊക്കെയാ ശത്രു സംഹാരം നടത്താൻ വേണ്ടി പാതിരാത്രിയിലെ അണ്ണന്റെ അടുത്ത് തലയിലെ മുണ്ടോട്ടുണ്ട് വരണേ. അണ്ണൻ പറഞ്ഞാലേ അവരെന്ത് ചെയ്യും? സംഗതിയൊക്കെ നേരാ. പക്ഷെ സുഗുണന്റെ ഏർപ്പാടാകുമ്പോ നീ സൂക്ഷിക്കണം മോനെ. പകല് മന്ത്രവാദിയും രാത്രി സുഗുണൻ കള്ളനുമാ. ആവശ്യമില്ലാതെ ഏടാകുടങ്ങളിലൊന്നും ചെന്ന് ചാടരുത്. എനിക്കും ആ പെണ്ണിനും നീ അല്ലാതെ വേറെ ആരുമില്ലടാ. എനിക്കറിയാമേ, ഇത്രയും കാലം ഈ കോളേജ് ജീവിച്ചിട്ടും അമ്മയുടെ മകൻ കൈവിട്ടു പോയിട്ടില്ലല്ലോ. എന്റെ കൂട്ടുകാരെ പോലെ തോന്നുന്നതൊക്കെ ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ എവിടെ പോകുമ്പോഴും ഒരമ്മയുടെ മുഖം എൻ്റെ മനസ്സിലുണ്ടാവും.